ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ പാവപ്പെട്ട നിസാരക്കാരായ എത്രയോ ആളുകളുണ്ട്. അവർക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളത് കൊണ്ട് അവർ അതിജീവിച്ചിങ്ങനെ പോകും. ചിലപ്പോ പാവപ്പെട്ട ചെറിയ വീടുകളായിരിക്കാം, ഒന്ന് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടുകളായിരിക്കാം, മാറി മാറി ഉടക്കാൻ വർണ്ണങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് വസ്ത്രത്തിന്റെ കുമ്പാരങ്ങളൊന്നും അവർക്കുണ്ടാകില്ല. എന്നാലും ഉള്ളത് കൊണ്ട് അവർ അതിജീവിച്ചു പോകും. അങ്ങനെ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്. അതിലാണ് പ്രിയമുള്ളവരെ ബറക്കത്തുണ്ടാവുക, അതിലാണ് റാഹത്ത് ഉണ്ടാവുക. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് സുഖ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും അവർ തൃപ്തിപ്പെടൂല. ഇതൊന്നും പോരാ. ഒരുപാട് വസ്ത്രങ്ങൾ അവർക്കുണ്ടെങ്കിലും ഇതൊന്നും പോരാ, ഇനിയും വേണം. ഒരുപാട് കെട്ടിടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ അവർക്കുണ്ടെങ്കിലും ബിൽഡിങ്ങുകൾ അവർക്കുണ്ടെങ്കിലും ഇതൊന്നും പോരാ, ഇതിനേക്കാളും അപ്പുറം ഇനിയും വേണം എന്നൊരു ചിന്താഗതി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പൈശാചികമായ ഒരു ചിന്താഗതിയാണ്. ഇതിലൊരിക്കലും ബറക്കത്ത് ഉണ്ടാവുകയില്ല, ഇതിലൊരിക്കലും റാഹത്ത് ഉണ്ടാവുകയില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഉള്ള നിഅമത്തിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോവുക. അല്ലാഹു തആല നമുക്ക് നിഅമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നിഅമത്തിനെ ദായിമാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഉള്ളതിൽ കൊണ്ട് നമുക്ക് ജീവിക്കാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹുവിന്റെ മഹത്മാക്കളായ ഉലമാക്കളെ ആരിഫീങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ, ഇൻ റളീതു ബിമാ ഖസംതു ലക അർഹതല്ലാഹു വ ബദനക വ ഖൽബക. ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിലേക്കും നിന്റെ മനസ്സിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല റാഹത്ത് നൽകും, ഒരു തൃപ്തി നൽകും. ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ. പ്രിയമുള്ളവരെ, ഒരുപാട് ആഡംബരങ്ങൾ ഉണ്ടായിട്ട് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഒരു മനസ്സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറില്ലേ? നമ്മുടെ മുമ്പിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളില്ലേ? ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള വലിയ വലിയ ജോലികളുണ്ട്, വലിയ വലിയ ആഡംബരങ്ങളുടെ കാറുകളുണ്ട്, വീടുകളുണ്ട്, സ്ഥലങ്ങളുണ്ട്, എന്നിട്ട് പോലും മനസ്സിനൊരു സമാധാനമില്ല. ഉസ്താദേ, എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. എത്രയോ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ? പ്രിയമുള്ളവരെ, ശരീരത്തിന് സുഖമില്ലാതെ ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിട്ട് നടക്കുന്ന എത്രയോ ആളുകളില്ലേ? പ്രിയമുള്ളവരെ, ഉലമാക്കളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, മനസ്സമാധാനം നിനക്ക് വേണോ? നിന്റെ ശരീരത്തിന് നിനക്ക് ആരോഗ്യം വേണോ? മനസ്സമാധാനം ലഭിക്കാനുള്ള ഏറ്റവും വലിയ പോവൈ, ഏറ്റവും വലിയ അത്ഭുത പരിഹാരം എന്തെന്നറിയുമോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന് ഉലമാക്കളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണോ